Hi dear friends, Assalamu alaikum, Namaskaram, welcome back to ShikasCafe. ഇന്ന് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തും നല്ല ചൂടുള്ള സമയങ്ങളിലൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റെഡിപ്പൊളി മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. ഈ ഒരു മിൽക്ക് ഷേക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്നതാണ്. നമ്മൾ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ മാത്രം മതി ഈ ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയെടുക്കാൻ. നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാൻ. നമുക്കൊരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഷിക്കാസ് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഹെൽത്തി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 കപ്പ് പാൽ ഞാൻ ഫ്രീസറിൽ വെച്ച് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 5-6 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വറുത്ത അണ്ടിപ്പരിപ്പാണ്. അപ്പോൾ വറുത്തതായാലും വറുക്കാത്തതായാലും ഒന്നും കുഴപ്പമില്ല. പിന്നെ ഈ മിൽക്ക് ഷേക്കിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഈത്തപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 10 ഈത്തപ്പഴം ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിലൊന്ന് കുതിർത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഈത്തപ്പഴം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് പഴമാണ്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇവിടെ കിട്ടുന്ന സാധാരണ ഫിലിപ്പീൻ പഴമാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വലുതായതുകൊണ്ട് ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ സാധാരണ ചെറുപഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ അളവിലേക്ക് 2 എണ്ണം എടുക്കണം. അപ്പോൾ പഴവും ചെറുതായി മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഈ മിൽക്ക് ഷേക്കിലേക്ക് ഒരാപ്പിളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആപ്പിളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് അതും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഓർലിക്സിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഓർലിക്സിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ബൂസ്റ്റിൻ്റെ പൊടിയോ ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഏതോ ഇഷ്ടമുള്ള വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യുക. എന്നിട്ട് ഇതൊന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സിൽ ഒരല്പം ചോക്ലേറ്റ് സോസ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചോക്ലേറ്റ് സോസിൻ്റെ ടേസ്റ്റും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു മിൽക്ക് ഷേക്ക് കുടിക്കാൻ. അപ്പോൾ ഞാൻ ഹോം മെയ്ഡ് ചോക്ലേറ്റ് സോസാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു മിൽക്ക് ഷേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണിത് കുടിക്കാൻ, കുട്ടികൾക്കൊക്കെ കൊടുക്കാനും നല്ലതാണ്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അതുപോലെ ഷിക്കാസ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്